നമസ്കാരം. ഇന്ന് ഒരിക്കലും കേടുവരാത്ത പച്ചമാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനായി 1 കിലോ മാങ്ങ കഴുകി തുടച്ച് ഇത്രയും വലുപ്പത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് പ്ലേറ്റിൽ. മാങ്ങേൻ്റെ തോല് കളയണ്ട, പരിപ്പെടുത്ത് കളഞ്ഞാൽ മതി. ഇനി ഒരു പാത്രത്തിൽ ഉപ്പിലിട്ട് വെക്കണം. അതിനായി കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ ഉപ്പ് അങ്ങനെ ഇടകലർന്ന് ഉപ്പിട്ട് വെക്കണം. ഉപ്പ് നന്നായി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മാങ്ങ ചീഞ്ഞു പോകും. ഇനി 3 ദിവസത്തേന് അടച്ചു വെക്കാം. 3 ദിവസമായി അടപ്പ് തുറന്ന് ഉപ്പെല്ലാം അലിഞ്ഞു പോയി, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഉറപ്പായിരിക്കണം മാങ്ങ. ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക, വെള്ളം ഊറ്റാൻ വേണ്ടി. ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുപ്പത്ത് കടായി വെച്ച് 50 ഗ്രാം ഉലുവയിട്ട് ഇളക്കി. 50 ഗ്രാമിലും കുറച്ച് കൂടുതലുണ്ട് കടുക് കൂട്ടി കടുക് ഒന്ന് ചൂടായാൽ മതി. ഇനി പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വേണ്ടി. ഈ അച്ചാറിന് മസാല കൂടുതൽ വേണം. ഞാൻ അടുപ്പത്ത് കടായി വെച്ച് കടുകെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കിയത് എണ്ണയും യൂസ് ചെയ്യാം. എണ്ണ ചൂടായോ നോക്കാൻ വേണ്ടി കുറച്ച് കടുകിട്ട് കടുക് പൊട്ടി ഗ്യാസ് ഓഫ് ചെയ്ത് എണ്ണ തണുക്കണം. ഇനി കടുകും ഉലുവയും വറുത്ത് വെച്ച് മിക്സിൻ്റെ ജാറിലിട്ട് തരിതരിയായി പൊടിച്ചെടുത്ത് തണുത്ത എണ്ണയിൽ 3 ടേബിൾ സ്പൂൺ വരെ ഉണ്ടാവും കായപ്പൊടി പൊടിച്ച മസാലയും ഇട്ട് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇനി മാങ്ങ ഇടാം. ഇനി നന്നായി മിക്സ് ചെയ്താൽ മതി. എല്ലാ ഭാഗവും മസാല എത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിത് ഭരണിയിലിട്ടിട്ട് 1 ദിവസമായി. ഇതുകൊണ്ട് എണ്ണ മേലെ വരെ വന്നിട്ടുണ്ട്. ഇത്രയും നിറച്ച് അച്ചാറിടണ്ട. ഭരണീൻ്റെ കുറച്ച് താഴത്ത് വരെ അച്ചാർ നിറച്ചാൽ മതി. കുറച്ച് മാറ്റി വെക്കാം, അല്ലെങ്കിൽ എണ്ണ മേലോട്ട് വരും. മാങ്ങയിൽ എണ്ണ പിടിക്കുകയില്ല. ഇത്രയും മതി. ഇനി 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എണ്ണ മേലോട്ട് വരും. ഇതുകൊണ്ടില്ല, ഇപ്പം തന്നെ അങ്ങനെ വരാൻ തുടങ്ങി. നന്നായി അടച്ചു വെക്കുക. യൂസ് ചെയ്തതിൻ്റെ ബാക്കി അച്ചാർ ഭരണിയിലേക്ക് ഇടാൻ പാടില്ല, കാറ്റും കൊള്ളാൻ പാടില്ല. ഈ അച്ചാർ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.